ഹലോ, ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ വാലന്റൈനുമായി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന 4 റൊമാൻറ്റിക് സിനിമകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനാണ് ഈ വീഡിയോ. വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. ഒരു നദിയോരത്തിൽ ഒരു സ്കൂളുണ്ട്. അവിടേക്ക് ഒരു അധ്യാപകൻ എത്തുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നതല്ല, ഒരു പണിഷ്മെന്റ് കിട്ടി അവൻ ആ സ്കൂളിലേക്ക് വരുന്നതാണ്. ആ സ്കൂളിലാകെ 10-12 കുട്ടികളെ ഉള്ളൂ. ആ സ്കൂളിലേക്ക് അവൻ എത്തുന്നതും അവന്റെ ജീവിതം അവന് നരകമായി മാറുകയാണ്. ഫ്രണ്ട്സിനെയും അവന്റെ ലവറിനെയും എല്ലാം വിട്ട് ആ സ്കൂളിനകത്ത് ആ കുട്ടികളോടൊപ്പം അവൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ സമയത്താണ് അവനൊരു ഡയറി കിട്ടുന്നത്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കാനെത്തിയ ടീച്ചർ എഴുതിയ ഡയറി ആയിരുന്നു. ആ ഡയറി വായിച്ച് ആ സ്കൂളിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം, ഈ 4 വശത്തും വെള്ളമുള്ള ആ സ്കൂളിനകത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന ഇയാൾക്ക് എങ്ങനെ അവിടെ ജീവിക്കാം, ഇതിനെപ്പറ്റിയെല്ലാം എഴുതുന്ന ഒരു ഡയറി നമ്മുടെ നായകന് കിട്ടുകയാണ്. ആ ഡയറി വെച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വെച്ച് അവൻ ആ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതേപോലെ അടുത്ത വർഷമാവുമ്പോൾ നായകന് പകരം നമ്മുടെ നായിക ആ സ്കൂളിൽ പഠിപ്പിക്കാൻ എത്തുന്നു. നായികയ്ക്ക് താൻ മറന്നു വെച്ചിട്ട് പോയ ആ ഡയറി അവിടെ വെച്ച് കിട്ടുകയാണ്. ഇത്തവണ അവൾ പേജ് തുറന്ന് നോക്കുമ്പോൾ ആ ഡയറിയിൽ അവൾ എഴുതിയതിൻ്റെ ബാക്കിയായി കഴിഞ്ഞ വർഷം ആ സ്കൂളിൽ വന്നുപോയ നമ്മുടെ നായകൻ എഴുതിയ വരികളുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം കാണാതെ ഡയറി എഴുത്തുകളിലൂടെ ഓരോ സെമസ്റ്റർ മാറി മാറി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യാൻ തുടങ്ങി. അത് പരസ്പരം കാണാതെ അവരവരെ പ്രണയിക്കാൻ തുടങ്ങി. ഒരു മനോഹരമായ ഒരു കുഞ്ഞു സിനിമയാണ് ടീച്ചേഴ്സ് ഡയറി. 2014 പുറത്തിറങ്ങിയ ഒരു തായ് ഫിലിമാണ്. ആ ഡയറിയിലൂടെ എങ്ങനെ അവർ കണക്റ്റഡ് ആവുന്നു എന്ന് മനോഹരമായി പറഞ്ഞ ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമയാണ് ടീച്ചേഴ്സ് ഡയറി. ഒരു ദിവസം ഒരു സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യൻ, +2 പഠിക്കുന്നൊരു പയ്യൻ, അവൻ ഉറക്കമെണീക്കുമ്പോൾ അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മാവുള്ളത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലാണ്. അതേപോലെ ഒരു പെൺകുട്ടി ഉറക്കമെണീക്കുമ്പോൾ അവളുടെ ആത്മാവുള്ളത് ഒരു പയ്യന്റെ ശരീരത്തിലാണ്. അതായത് ബോഡി സ്വിച്ചിങ്. ആദ്യം അവർ ഞെട്ടി, പയ്യെ അവർ തിരിച്ചറിഞ്ഞു നമ്മൾ കൃത്യമായി പല ദിവസങ്ങളിൽ ഇടവിട്ട് ബോഡി സ്വിച്ചിങ് നടക്കുന്നു. ഈ ഒരു ഫിക്ഷനിലൂടെ, ഈ ഒരു പ്രതിഭാസത്തിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. പറയാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാടിയിൽ അവരൊരു രൂപം കാണുകയാണ്. അങ്ങനെ ആ മാജിക്കിലൂടെ പരിചയപ്പെട്ടവർ. അതിനുശേഷം അവർ പ്രണയിക്കാൻ തുടങ്ങി. ഇവർ പിന്നെ കണ്ടുമുട്ടിയോ, ഇവർക്കിടയിൽ പിന്നെ എന്ത് സംഭവിച്ചു, ഇതിനിടയിൽ ഒരു വലിയ ദുരന്തവും ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ആനിമേഷൻ മൂവിയാണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ രസവും ഇതൊരു ആനിമേഷൻ മൂവി ആണ് എന്നത് തന്നെയാണ്. 2016 പുറത്തിറങ്ങിയ യുവർ നെയിം. നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ, പ്രണയം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ, ഒരു ടീനേജ് ലവ് സ്റ്റോറിക്കപ്പുറം ഒരു സയൻസ് ഫിക്ഷൻ അതിനകത്ത് ചേരുമ്പോൾ പിറന്ന ഒരു മനോഹര സിനിമയാണ് യുവർ നെയിം. ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന 4ാം വർഷ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഹീറോ. ഒരു അനുസരണമില്ലാത്ത, ഒരു ജോലിയും കൃത്യമായി ചെയ്യാത്ത ഒരു മടിയനാണ് നമ്മുടെ നായകൻ. അതേസമയം നമ്മുടെ നായിക നേരെ തിരിച്ച്, അവൾ ന്യൂ ജോയിനിയാണ്, ഫസ്റ്റ് ബാച്ച്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടി. ഈ 2 പേരുടെ ലൈഫിലും ഒരു ആക്സിഡന്റ് വഴി ഇവർ കണക്ട് ആവുകയാണ്. ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അവൾ അവസാനമായി ചോദിച്ച കാര്യം, വേർ ഇസ് ഡാൻ, നായകൻ എവിടെ? ഈ ഒരു വാക്ക് ഇവരുടെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു. കൂടെ ഉണ്ടായിട്ടും അത് പറയാൻ പറ്റാതെ ഒരു കട്ടിലിൽ കിടന്ന് അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. മനസ്സിനെ കീറി മുറിക്കുന്ന ഒരു ലവ് സ്റ്റോറി കാണണമെങ്കിൽ 2018 പുറത്തിറങ്ങിയ ഹിന്ദി മൂവി ഒക്ടോബർ. മനുഷ്യനെ മാത്രമേ പ്രേമിക്കാൻ പറ്റൂ. അവൾ ഒരു എക്സ്പെരിമെന്റ് ലാബിൽ ജോലി ചെയ്യുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫാണ്. അവൾ യാദർച്ഛികമായി ഒരു മുറിയിലേക്ക് കയറുമ്പോൾ അവളെ അതിനകത്ത് കാത്തിരുന്നത് പേടിപ്പിക്കുന്ന വികൃതമായ ഒരു രൂപം. പക്ഷെ പതിയെ അവളുടെ ഏകാന്തതയിൽ അവൾക്ക് ഒരല്പനേരത്തെ തമാശയ്ക്കും ചിരിക്കും ആ വികൃത രൂപം കാരണമാകും. പതിയെ അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു രൂപവും നമ്മുടെ നായികയും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. 2017 ഓസ്കാർ അവാർഡ് വരെ കിട്ടിയ ദ ഷേപ്പ് ഓഫ് വാട്ടർ. പ്രണയത്തിന് പരിധികളില്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ. നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ, മനുഷ്യരുടെ പ്രണയം കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഈ സിനിമയിലെ പ്രണയം നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. നിങ്ങളുടെ വാലന്റൈൻസ് ഡേക്ക് ഈ സിനിമകൾ കണ്ട് പ്രണയത്തിൻ്റെ പല ഷെയ്ഡുകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക.